ശബരിമല ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ കാര്യങ്ങളിൽ അവസാന വാക്ക് താഴമൺ തന്ത്രി കുടുംബത്തിൻ്റെതാണ്. തന്ത്രി കണ്ഠര് രാജീവർ നമ്മളിപ്പോൾ ഉണ്ട്. അദ്ദേഹത്തോട് അത്തരം കാര്യങ്ങൾ ചോദിക്കാം. തിരുമേനി, നമ്മുടെ ഇപ്പോൾ ദർശന സമയം കൂട്ടിയിരിക്കുന്നു. അതെ, 3 മണി മുതൽ 1 മണി വരെയാണ് ദർശന സമയം. പിന്നീട് 3 മണി മുതൽ രാത്രി 11 വരെയാണ്. അപ്പോൾ ഇത് ആചാരപരമായ കാര്യങ്ങൾക്ക് വിഘ്നമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ സമയം നീട്ടിയത്, അല്ലേ? ആചാരപരമായ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്രയാക്കിയത്. ആ സമയത്ത് കൃത്യമായ പൂജ നടക്കുന്നുണ്ട്. 7:30 ഉഷപൂജയുണ്ട്, ഉച്ചയ്ക്ക് 12:30 ഉച്ചപൂജ, 9:30 അത്താഴപൂജ. ആ പൂജാക്രമങ്ങൾക്കൊന്നും മാറ്റമില്ല. ഇത് ദർശന സമയം മാത്രമേ ശകലം കൂട്ടിയിട്ടുള്ളൂ. അതിന് ആചാരപരമായ തടസ്സങ്ങളില്ല. അതായത് അയ്യപ്പൻ്റെ യോഗനിദ്ര എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ യോഗനിദ്രയിലാണ്. പക്ഷേ ഈ മണ്ഡലമകരവിളക്ക് കാലത്ത് നമുക്ക് ഭക്തജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം തുറന്നു കൊടുക്കുന്നു. ബാക്കി 25 ദിവസവും നമ്മൾ അടച്ചിടുവാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പൂജകളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടോ? ഇല്ല, പൂജയുടെ ക്രമത്തിന് ഒരു മാറ്റവും ഇല്ല. അത് കൃത്യമായ സമയത്ത് തന്നെ നടന്നു. അതെ, അരിവരാസനം 11 മണിക്കെന്ന് ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ മണ്ഡലകാലത്ത് മുഴുവനും അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഭക്തരുടെ സൗകര്യത്തിന്, തീർത്ഥാടക സൗകര്യം പ്രമാണിച്ച് തന്നെയാണല്ലോ, അല്ലേ? തീർച്ചയായിട്ടും തീർത്ഥാടന സൗകര്യം പ്രമാണിച്ച്. കാരണം ഇത്രയും ദൂരെ നിന്ന് ഇത്രയും സ്ഥലത്തു നിന്ന് വരുന്നവരെ ഒരുപാട് മണിക്കൂർ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഭഗവാന് തന്നെ അത് ഇഷ്ടപ്പെടത്തില്ല, ഉറപ്പല്ലേ? ഭക്തരെ ഭക്തപ്രിയനാണ് ഈശ്വരൻ. ഭക്തർക്ക് ഇത്രയും വിഷമം വരുമ്പം സ്വാഭാവികമായിട്ട് ഈശ്വരന് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഈശ്വരന് വേണ്ടി കൂടെയാണിത് ഞങ്ങളത് ചെയ്തിരിക്കുന്നത്. ഈ ഭക്തജന തിരക്ക് ഏറുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്നൊരു സംഗതി, പരമാവധി സമയത്ത് ആളുകളെ ദർശനത്തിന് അനുവദിക്കുക. ഈ മാസം 5 ദിവസം എന്നുള്ളതിൽ കൂട്ടുകയോ അല്ലെങ്കിൽ വർഷം മുഴുവനായിട്ട് ദർശനത്തിന് സാധ്യത ഒരുക്കുകയോ ഒക്കെ ചെയ്യാം എന്നുള്ള വാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിന് ഈ ആചാരവുമായിട്ടൊരു ബന്ധമില്ല, അങ്ങനെയുള്ള വാദങ്ങളാണ്. അത് എത്രത്തോളം പ്രായോഗികമാണ്? ഇനിയിപ്പം തിരക്കേറി വരികയാണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും ആദ്യ ദിവസം തന്നെ വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇനിയും സമയം കൂട്ടുകയോ അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടുതൽ ദർശനത്തിന് കൊടുക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കുമോ? അതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളത് സത്യമാണ്. മാസപൂജയ്ക്ക് തന്നെ വളരെ കുറച്ച് പേരാണ് വരുന്നത്. ഈ വഴിപാടുകൾ നടത്താണ്ട് വരുന്നവർ മാത്രമേ ഉള്ളൂ. പടിപൂജ, ഉദയാസന പൂജയൊക്കെ വരുന്നവരാ കുറച്ച് കൂടുതലും വരുന്നവർ. അല്ലാതെ ആൾക്കാരൊന്നും വരുന്നില്ല. എല്ലാവരുടെയും മനസ്സിലൊരു വിശ്വാസം മണ്ഡലം മകരവിളക്ക് എന്നുള്ളതാണ്. അതിനൊന്നും മാറ്റം വരുത്താൻ, ഈ വിശ്വാസത്തിന് മാറ്റം വരുത്താൻ ഒക്കത്തില്ല. ദിവസം കൂട്ടിയോണ്ടൊന്നും ആൾക്കാർ വരത്തില്ല. ഉദാഹരണമായിട്ട് ഉത്സവത്തിന് 10 ദിവസം നട തുറക്കുന്നുണ്ട്, വിഷുവിന് 10 ദിവസമുണ്ട്. ഈ സമയത്തൊന്നും ആളേ ഇല്ല, വളരെ കുറച്ച് വഴിപാടുകാർ മാത്രമേ ഉള്ളൂ. വിഷുവിൻ്റെ അന്നാണ്, തലേദിവസം പിറ്റേ ദിവസമാണ് ഏറ്റവും കൂടുതൽ ആൾ വരുന്നത്. ബാക്കി ദിവസങ്ങളിലൊക്കെ ഭക്തജനങ്ങൾ ശുഷ്കമാണ് എന്നുള്ളതാണ് സത്യം. അല്ലാതെ പലരും പറയാം എല്ലാ ദിവസവും തുറന്നാൽ അങ്ങനെ. എല്ലാ ദിവസവും തുറക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ കൈ മാത്രം ഒതുങ്ങുന്നതല്ലാതെ ദേവഹിതം കൂടെ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ദേവഹിതം അനുസരിച്ച് നമുക്ക് അധികം തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴും. പക്ഷേ ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, മണ്ഡല മകരവിളക്ക് കാലം. അത് അപൂർവം ചിലതൊക്കെ ഇരുന്ന് പറയും ദിവസവും തുറക്കണം, മറ്റേയാണ് മറിച്ച്. ബുദ്ധിജീവികൾ കൂടുതലാണല്ലോ നമ്മുടെ ഇടയിൽ. അതെ, ഈ ദേവഹിതം അനുസരിച്ചാണ് നമ്മൾ ഈ ഭസ്മക്കുളത്തിൻ്റെ സ്ഥാനം മാറ്റുക തുടങ്ങിയിട്ടുള്ള പുതിയ കുറേ പ്രപ്പോസൽസ് ഉണ്ടല്ലോ. അതുപോലെ ഇപ്പം റോപ്പ് വേ വരുന്നു, റോപ്പ് വേ പോലെയുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നുണ്ടല്ലോ. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ആചാരപരമായ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് തന്നെയാണോ ചെയ്യുന്നത്? റോപ്പ് വേ ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. റോപ്പ് വേ വേണമെന്നുള്ള കാര്യം. ഭസ്മക്കുളം ഇവിടുന്ന് മാറ്റുന്നൊന്നുമില്ല, ഇവിടെ തന്നെയാണത്. അവിടെ ഒരു കുളം കൂടെ ഭക്തജനങ്ങൾക്ക് സൗകര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. അല്ലാതെ ഇത് മാറ്റുന്നൊന്നുമില്ല. ഈ കുളം ഭസ്മക്കുളത്തിൻ്റെ സ്ഥാനം മാറുന്നില്ല. ഇല്ല, ഈ കുളം ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഇരുമുടിക്കെട്ടിൽ എന്തൊക്കെ ആകാം എന്നുള്ളതിന് പറ്റി ഒരു നിയതമായ ഒരു സംവിധാനമുണ്ടോ? അത് പലരും പല രീതിയിലുള്ള സംഭവങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പലർക്കും അറിയില്ല. ചിലപ്പോൾ ഈ പല ഭാഷകൾ സംസാരിക്കുന്ന തീർത്ഥാടകർ വരുന്നുണ്ട്, അവർക്ക് കൃത്യമായ ധാരണയില്ല. അതിലെന്തൊക്കെ വേണം ഇരുമുടിക്കെട്ടിൽ നിന്ന് ഒരു നിയതമായ ഒരു തീരുമാനമുണ്ടോ ഇക്കാര്യത്തിൽ? പഴയകാലത്ത് ഇരുമുടിക്കെട്ടി കൊണ്ടുവരുന്നത് മുൻകെട്ടിൽ അയ്യപ്പന് വേണ്ട നിവേദ്യങ്ങൾ, മാളിയപ്പുറത്തിന് വേണ്ട നിവേദ്യങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ പിൻകെട്ടിൽ നടന്നു വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് താവളത്തിൽ വെച്ച് കഴിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അത് ക്യാരി ചെയ്യാനുള്ള സൗകര്യത്തിനൊക്കെ ആയിരിക്കും അത്. അപ്പോൾ ഇപ്പം ആരും വഴി പാചകം ചെയ്തൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഇരുമ്പുടിക്കെട്ടിൽ പിൻകെട്ടിൻ്റെ ആവശ്യമില്ലാത്ത സാധനം കുത്തി ഇറക്കേണ്ട കാര്യമില്ല, അരി മാത്രം മതി. എന്തെല്ലാം സാധനങ്ങളാണ് പലയിടത്തു നിന്ന് വരുന്നതെന്ന് അറിയാമോ? ഈ ഒരു ഇരുമ്പുടിക്കെട്ടിയിൽ ചുരുക്കം പറഞ്ഞാൽ ഒരു 100 ഗ്രാം പ്ലാസ്റ്റിക് എങ്കിലും കാണും. അത് പനിനീര്, സാമ്പ്രാണി, കർപ്പൂരം, അവല്, മലര്, ഇതെല്ലാം പാക്കറ്റിലാണ് വരുന്നത്. ഇതൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. വെളിയിൽ നിന്ന് കൊണ്ടുവന്ന അവലും മലരും ഒക്കെ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റില്ല. പണ്ടത്തെ കാലത്താണ് അവലും മലരും കദളിപ്പഴമൊക്കെ അവർ നിവേദിച്ച് കൊണ്ടുപോകും. ഇപ്പോൾ അതും കൊണ്ടുപോകുന്നില്ല, എല്ലാവരും കൊണ്ട് ചെമ്പിലിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ അതൊരു വലിയ മാലിന്യമായിട്ട് പറഞ്ഞു, പ്ലാസ്റ്റിക് മാലിന്യം.
അത് ഒഴിവാക്കണമെന്ന് തന്നെ പറഞ്ഞത്. മുൻകെട്ടിലപ്പം നെയ്ത്തേങ്ങയും ശർക്കരയും കദളിപ്പഴം കാണിപ്പന്നെ അരി മാത്രം കൊണ്ടുവന്നാൽ മതി, വേറെ യാതൊന്നും പ്ലാസ്റ്റിക്കേ വേണ്ട. കാരണം ഈ ഭക്തി പോലെ തന്നെ ശുദ്ധിക്കും പ്രാധാന്യമുണ്ട്. ഈ പ്രകൃതിയെ നമ്മൾ വിശുദ്ധമായിട്ട് തന്നെ കണക്കാക്കണം. ആ പ്രകൃതി സംരക്ഷണത്തിന് ഊന്നി വേണം മുന്നോട്ട് പോകാൻ. ഈ 18 മലകളാൽ ചുറ്റപ്പെട്ട ഈ പൂങ്കാവനമാണ് അയ്യപ്പസ്വാമിയുടെ. ആ 18 മലകളെ സംരക്ഷിക്കേണ്ട ഒരു ഭക്തന്റെ ചുമതല തന്നെയാണ്. പ്രകൃതിയെ കൂടി കണ്ടുകൊണ്ട് വേണം നമ്മൾ ഭക്തി പുരസ്സരം അയ്യപ്പനെ തൊഴാൻ വരുന്ന ആളുകൾ പ്രകൃതിയെ കൂടി മുന്നിൽ കണ്ടുവേണം എന്ന് തന്നെയാണ് തന്ത്രി പറയുന്നത്. ഒപ്പം നമ്മുടെ ഇരുമുടിക്കെട്ടിൽ വേണ്ട വസ്തുക്കൾ, സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്.